എവിടെ പോണ ട്രിപ്പാണാ ഒരു സെറ്റാണല്ലോ ഗോവ ഗോവർണം വഴി മണാലി ആദറ സഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ എന്താ അവിടെ അയ്യോ കുട്ടി അറിഞ്ഞില്ലേ സൂപ്പർ അടി സൂപ്പർ ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ വന്നോളി മക്കളെ ഈ അവിടത്തേക്ക് ഇതൊക്കെ ലൈഫാടോ ലൈഫ് അത്രയും കറക്കവും പൊളി കണ്ടില്ലേ ആ നിഷ്കളങ്കത്വം ഒരു ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം അവൾക്ക് അതാണ് ബോസ് മാസ്ക അപ്പൊ വന്താൻ തലവരവ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. അതിനിപ്പോ എന്താ പ്രശ്നം? ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. എന്നെ കൊണ്ടൊന്നും പറയരുത്. ഇയാൾക്ക് എന്താണ് വയ്യേ മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. നീയാണല്ലോ കോടതി. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് എന്തൊരു കുരിശാടാ ഇത്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ കലിപ്പ് മൂക്കുന്ന ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ. വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. ഉമ്മാക്കറിയാം ഉമ്മാക്കും പടച്ചവനും ഉള്ളത് എന്താന്നുള്ളത്, ഉമ്മ പടച്ചവനും എന്താന്നുള്ളത്. അത് അവര് നോക്കിക്കോളും. നിങ്ങൾ അതിനിടയിൽ കയറിയിട്ട് കോലിട്ട് കുത്താൻ നിൽക്കണ്ടെന്ന് ഈ ഉസ്താദിനോട് പറയുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. ഒരു മനുഷ്യായുസിന്റെ വലിയൊരു കാലം വിയർപ്പൊഴുക്കി ജീവിച്ച നഫീസുമ്മ ഒടുവിൽ അവരുടെ 55-ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു. സന്തോഷം കണ്ടെത്തുന്നു, റീല് ചെയ്യുന്നു. എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല. ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം.